ഹലോ വ്യൂവേഴ്സ്, മല്ലു തെറാപ്പിസ്റ്റിൻ്റെ മറ്റൊരു പോഡ്കാസ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കൂടെയുള്ളത് രജിസ്റ്റേർഡ് സൈക്കോ തെറാപ്പിസ്റ്റ് ജോസഫ് തോമസ്. ഹലോ ചേട്ടാ. ഹായ്. ചേട്ടാ, ഇപ്പം ഞാനാണെങ്കിലും എനിക്ക് തോന്നുന്നു ഇത് കാണുന്ന പലർക്കും ഇത് റേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു ചോദ്യമായിരിക്കാം ഞാൻ ഈ ചോദിക്കുന്നത്. പ്രൊക്രാസ്റ്റിനേഷൻ, അതായത് എനിക്ക് ചെയ്യണമെന്ന് ഞാൻ കരുതുന്ന കാര്യങ്ങളൊക്കെ ഇത് ഇന്നിപ്പോൾ വേണ്ട, നാളെ അല്ലെങ്കിൽ അടുത്ത ആഴ്ച അല്ലെങ്കിൽ അടുത്ത മാസം, പക്ഷേ ഈ അടുത്ത ആഴ്ച അടുത്ത മാസം വരുന്നില്ല, അതിങ്ങനെ നീണ്ടു പോവുക. അപ്പോൾ നമ്മൾ ദിവസങ്ങൾ മാറ്റി വെക്കുന്നത് മാസങ്ങൾ വർഷങ്ങളാവുന്നു. അത് ഒഴിവാക്കാൻ, കാരണം ഞാനത് വേണമെന്ന് വെച്ചിട്ടല്ലല്ലോ നമുക്കത്. അപ്പോൾ അതിനൊരു തെറാപ്പിറ്റിക് ഹെൽപ്പ് അല്ലെങ്കിൽ അതെന്താണ് അതിൻ്റെ ഒരു പ്രോസസ്സ് അവിടെ നടക്കുന്നത്, എന്താണ് ചേട്ടന് പറയാനുള്ളത്? ഈ പ്രൊക്രാസ്റ്റിനേഷൻ ചെയ്യുന്നത് കുറേ കാര്യങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് ഇത് ചെയ്യുന്നതെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കും. അപ്പം എൻ്റെ ഒന്നാമത്തെ ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ചെയ്ത് എനിക്ക് ശരിയാക്കാൻ പറ്റുമോ എന്നുള്ളൊരു നമുക്ക്. പിന്നെ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ, അതെ, നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പെട്ടെന്ന് ചെയ്യും. അതെ, പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതൊക്കെ നമ്മളങ്ങ് ചെയ്യും. ചിലപ്പോൾ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ എന്തോ ചെയ്യും, നമ്മൾ ഒന്ന് മാറ്റി വെക്കും. ഓക്കെ, പ്രയോറിറ്റി കുറവാണ്. അപ്പോൾ അത് മാറ്റി വെക്കുന്നതനുസരിച്ച് ഇതിങ്ങനെ മാറ്റി വെച്ച് പോത്തുള്ളൂ, നമ്മളത് ചെയ്യത്തില്ല. പിന്നെ പലരും ഈ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന എവിടാ, റൂമിലൊക്കെ എഴുതി വെക്കുന്ന ആൾക്കാരുണ്ട്. റൂമിൽ എഴുതി വെക്കുന്നവർ, അങ്ങനെ എഴുതി വെക്കുന്നവർ ഒരു പരിധി വരെ ഇത് ചെയ്യും. എന്നാൽ ബ്രെയിൻ്റെ ഉള്ളിൽ എഴുതി വെക്കുന്നവർ ഇത് ചെയ്യത്തില്ല. മനസ്സിൽ ഇത് പറയത്തുണ്ട്, മനസ്സിൽ പറയത്തേ ഉള്ളൂ, നടക്കത്തില്ല. അപ്പോൾ ഇത് എഴുതി, ഇപ്പം നമ്മുടെ ഗൂഗിളിനകത്തൊക്കെ ഗൂഗിൾ ടാസ്ക് എന്ന് പറയുന്നത്, ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നൊരു സോഫ്റ്റ്വെയറാണ് ഗൂഗിൾ ടാസ്ക്. ആ ടാസ്കിൽ ഞാൻ എന്നും ആഡ് ചെയ്തിടും. അപ്പോൾ ആ ടാസ്കിൽ ചെയ്യുന്നതനുസരിച്ച് അത് കട്ട് ചെയ്ത് നമ്മൾ മാറ്റും. അപ്പോൾ നമുക്ക് തന്നെ ഓക്കെ, ഞാൻ എന്തൊക്കെ ചെയ്യുന്നുണ്ട്, അവിടെ കാണാൻ പറ്റും എത്ര ലിസ്റ്റ് കംപ്ലീറ്റഡ് ആയിട്ടുണ്ടെന്ന്. അപ്പോൾ നമുക്ക് തന്നെ ഒരു സെൽഫ് എസ്റ്റീം തോന്നും, നമുക്ക് തന്നെ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ഫീലിംഗ് ഉണ്ടാകും. ഇപ്പം ഈ പലരും ടാസ്ക് കംപ്ലീറ്റ് ആക്കാൻ സാധിക്കാതെ പോകുന്നത്, ചിലർക്ക് ഒരു ലാക്ക് ഓഫ് മോട്ടിവേഷൻ ഉണ്ടാകും, ഒരു മടി. ഓക്കെ, എസ്പെഷ്യലി ഈ മൊബൈലൊക്കെ ഉള്ള കാലഘട്ടത്തിൽ ഈ മൊബൈൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാൻ ഇച്ചിരി എളുപ്പമാണ്. സോ യു ഗെറ്റ് എ ഡോപ്പമിൻ ഹൈ. ആൻഡ് ഇപ്പം നമുക്ക് വീട് ക്ലീൻ ചെയ്യണം, അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം. സോ നമ്മളത് എന്ത് ചെയ്യും, നാളത്തേക്കിന് മാറ്റുക. അപ്പം നമ്മൾക്ക് ആ ഒരു ലാക്ക് ഓഫ് മോട്ടിവേഷൻ ഇതിൻ്റെ ഒരു വലിയ റീസണാണ്. പിന്നെ എന്താ പറയുന്നത്, ചിലർ ഒരു ഓക്കെ ഭയങ്കര ആവേശമായി ഇനിഷ്യലി, അതുകൊണ്ട് തന്നെ ഒരു വലിയ ലിസ്റ്റ് കൊണ്ടുവരും, ഒരു 10-30 ലിസ്റ്റ് കൊണ്ടുവരും. അതിൽ 1-2 ചെയ്ത് കഴിയുമ്പോഴത്തേനും എന്നെ കൊണ്ടൊന്നും നടക്കത്തില്ല എന്നും പറഞ്ഞവർ ഡ്രോപ്പ് ചെയ്യണം. സോ എപ്പോഴും ടൈനി ആയിട്ടുള്ള ഒരു ലിസ്റ്റ് ഉണ്ടാക്കും. ഓക്കെ, ഒരു 5 എണ്ണം ചെയ്യുമ്പോൾ ഓരോന്ന് ചെയ്ത് കഴിയുമ്പോൾ നമ്മളെ തന്നെ അപ്രീഷിയേറ്റ് ചെയ്യുക. അപ്പം നമുക്കൊരു മോട്ടിവേഷൻ ഉണ്ടാവും, ഓക്കെ ഞാനിത് ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ളത്. പിന്നെ നമ്മൾ ഈ ലിസ്റ്റ് ഉണ്ടാക്കുമ്പോഴും അതിന് ടൈം കൂടെ പ്ലാൻ ചെയ്യും. അപ്പോൾ ഒരു ദിവസം നമുക്ക് ഇത്ര മണിക്കൂറുണ്ട്, ജോലിയുണ്ട്, ഓക്കെ ഇത് എനിക്കിന്ന് ചെയ്യാൻ സാധിക്കുമോ? ഓക്കെ, യെസ്. അപ്പോൾ നമുക്ക് ഒരു 4 മണിക്കൂർ സമയം സ്പെൻഡ് ചെയ്യേണ്ട ഒരു കാര്യം അതിനകത്ത് എഴുതി ഇട്ടിട്ട് നമുക്കിത് 4 മണിക്കൂർ കിട്ടത്തില്ല എങ്കിൽ അത് നമുക്ക് 4 മണിക്കൂർ കിട്ടുന്നൊരു ദിവസത്തേക്ക് ആ ടാസ്ക് മാറ്റി വെക്കുക. അപ്പം ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഇതിനകത്ത് വലിയൊരു ഫാക്ടറാണ്. ഈ ടൈം നല്ലതായിട്ട് മാനേജ് ചെയ്യാൻ പറ്റാത്തവരാണ് നല്ലൊരു ശതമാനവും പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു മെയിനായിട്ടുള്ള ഒരു കാര്യം. ഓക്കെ, അപ്പോൾ ഈ പ്രൊക്രാസ്റ്റിനേഷൻ ചെയ്യുന്ന ആൾക്കാർ അത് പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്ത് പെടുമ്പോൾ അവരെ അത് ഇമോഷണലി ഒക്കെ ആയിട്ട് ബാധിക്കുന്ന ആൾക്കാർ കൂടുതലുണ്ടാവില്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു കാര്യം പ്ലാൻ ചെയ്തു, ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ എന്തുവാ, നമുക്ക് ഡിപ്രഷൻ ആവും, നമ്മൾ സ്ട്രെസ് ആവും, ഭയങ്കര ആങ്സൈറ്റി, അയ്യോ ഞാനത് ചെയ്തില്ലല്ലോ എന്നുള്ളൊരു നമുക്കൊരു കുറ്റബോധം തോന്നും. ഭയങ്കരമായിട്ട് ഇത് കൂടി ഭയങ്കരമായിട്ടുള്ള ക്ഷീണം തോന്നും, ടെൻഷൻ തോന്നും. നിങ്ങളൊന്ന് നോക്കൂ, റെഗുലറായിട്ട് ഓവർ മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുന്ന ആളുകളെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവർക്കെല്ലാം ശരീരത്തിന് എപ്പോഴും ടയർഡായിരിക്കും. കാരണം അവർ ഇരുന്ന് മൊബൈൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക, അവർ ആക്റ്റീവ് അല്ല. അപ്പോൾ ആക്റ്റീവ് ആവാത്തടത്തോളം കാര്യം ഇവരെന്ത് ചെയ്യും, ടയർഡായിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ടയർഡ്നെസ് ഇങ്ങനെ കൂടി വരും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ചില കാര്യങ്ങൾ ചെയ്ത് തീർക്കേണ്ട കാര്യങ്ങൾ ആ സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റാതെ വരും. നമുക്ക് അപ്പോയിൻമെൻറ്റ്സ് മിസ്സാകും, ഡെഡ് ലൈൻസ് ഇതുണ്ടാകും. അതെല്ലാം നമ്മൾ ഭയങ്കരമായിട്ടും അഫക്റ്റ് ആവും. നമ്മുടെ പ്രൊഡക്ടിവിറ്റിയെ തന്നെ അത് ബാധിക്കും. പ്രൊഡക്ടിവിറ്റി ബാധിക്കുകയും ചെയ്യും. നമുക്കൊരു കരിയറിന് നല്ലൊരു ഗ്രോത്ത് ഇല്ലാതെയാവും. മിക്ക ആൾക്കാരും അവർ കരിയറിനെ അറ്റാച്ച് ചെയ്തിട്ടായിരിക്കും അവരുടെ ഈ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടാവുക. പ്രൊക്രാസ്റ്റിനേഷൻ ലേറ്റ്, അതായത് ഇത് നടക്കാതെ വരുമ്പം കരിയറിൽ ഉയർച്ച വരാത്തത് അവരുടെ തന്നെ പ്രശ്നമായിട്ട് അവരെ തന്നെ ബ്ലെയിം ചെയ്ത് നിൽക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ ചേട്ടാ, എന്തുകൊണ്ടായിരിക്കും ആൾക്കാർ ഇങ്ങനെ പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യുന്നത്? എന്തായിരിക്കും അതിനുള്ള കുറച്ച് റീസണുകൾ പറയാമോ? നേരത്തെ പറഞ്ഞ ഒരു ലാക്ക് ഓഫ് മോട്ടിവേഷൻ ഉണ്ട്. പിന്നെ 2 ഇതിനകത്ത് വരുന്നൊരു കാര്യം, ചില പെർഫെക്ഷനിസ്റ്റാണ്.
അപ്പോൾ ഈ പെർഫെക്ഷനിസം എന്ന് പറയുമ്പോൾ അവർക്കിതെല്ലാം പെർഫെക്റ്റായിട്ട് ചെയ്യണം, ഇല്ലെങ്കിൽ എന്ത് ചെയ്യത്തില്ല, ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ അവർക്ക് പെർഫെക്റ്റായിട്ട് കാര്യങ്ങൾ നടക്കണം. ഇപ്പോൾ ഈ പെർഫെക്റ്റായിട്ട് കാര്യങ്ങൾ നടക്കുമ്പോൾ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഇവർക്കൊരു 5 ലിസ്റ്റ് ഉണ്ടെങ്കിൽ ഇവർക്ക് ഒരെണ്ണമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം ഇവർ ഒരെണ്ണത്തിൽ തന്നെ സ്റ്റക്കായിട്ട് നിൽക്കും. ഇപ്പം ചിലർ കണ്ടില്ല, ചില ടാസ്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ ടാസ്ക് പിന്നെയും കാരണം അവർക്കത് എത്ര ചെയ്താലും തൃപ്തി വരത്തില്ല, ഒരു ഗുഡ് ഇനഫ് ഫീലിംഗ് അവർക്ക് വരത്തില്ല. സോ അവരുടെ സമയം കൂടുതൽ ആ ഒരു വിഷയത്തിന് വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടി വരും. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, ഫിയർ ഓഫ് ജഡ്ജ്മെൻറ്റ്. അതായത് മറ്റുള്ളവർ ഞാൻ എന്തെങ്കിലും ഈ ചെയ്യുന്നത് തെറ്റിക്കഴിഞ്ഞാൽ എന്തെങ്കിലും പറയുമോ എന്നുള്ളൊരു ഭയം. അപ്പോൾ എന്തു ചെയ്യും, ആ കാര്യം ചെയ്യാതിരിക്കാൻ തോന്നും അവർക്കത്. ഓക്കെ, എന്നാൽ പിന്നെ നാളത്തേക്കിനി ചെയ്യാം, അല്ലെ മറ്റേനാൾ ചെയ്യാം. ഇത് ഉണ്ടാകുന്നത് പണ്ട് കാലത്തുള്ള പാസ്റ്റ് എക്സ്പീരിയൻസിൽ നിന്നായിരിക്കും അവർക്ക് ഇത് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അത് കൊണ്ട് അവർ പിന്നെയും ഇതെന്ത് ചെയ്യും, പോസ്റ്റ്പോൺ ചെയ്യും. ഇതൊക്കെ ഒരു റീസൺസ് ആയിട്ട് വരുന്നൊരു കാര്യമാണ്. പിന്നെ ഇവർക്കുണ്ടാകുന്ന കാര്യം, ഇപ്പം 5 ലിസ്റ്റ് എഴുതി, ഒരു ക്ലിയർ ആയിട്ടായിരിക്കത്തില്ല എഴുതുന്നത്, ഒരു ക്ലിയർ ഗോൾസ് ഉണ്ടാവത്തില്ല, പകരം ഒരു വേഗമായിട്ടുള്ളൊരു ഐഡിയ. അപ്പം ആ ക്ലിയർ ഗോൾസ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇന്ന കാര്യം ഇന്നത് ചെയ്യണം, ഇന്നത് ചെയ്യാൻ ഞാൻ എന്ത് ചെയ്യണം. ഇപ്പം നാളത്തേക്കിന് എനിക്ക് ഉച്ചയ്ക്ക് ചോറും കറിയും ഉണ്ടാക്കണം. അരിയുണ്ടോ? ഉച്ചയ്ക്ക് നോക്കിയിട്ട് കാര്യമുണ്ടോ? ഇല്ല, തലേദിവസം. സോ അപ്പോൾ കറി എന്തുണ്ടാക്കാൻ പോകുന്നു? അപ്പോൾ അതിന് വേണ്ടുന്ന കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കണം. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോഴും നമ്മൾ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ക്രമീകരിച്ച് വെച്ചാൽ മാത്രമേ ഈ ടാസ്കുകൾ നടക്കത്തുള്ളൂ. ഇതിപ്പോൾ ബാച്ചിലർ ലൈഫിൽ പറ്റുന്നൊരു സംഗതിയാണ്. നമ്മൾ നാളെ ഇപ്പോൾ ആഴ്ചയിൽ ഇപ്പം 1 ദിവസം 2 ദിവസം കുക്ക് ചെയ്തിട്ട് 3 ദിവസം ഉപയോഗിക്കുന്ന ബാച്ചിലേഴ്സാണ് അധികവും കാനഡയിൽ ജീവിക്കുന്ന ആൾക്കാരുള്ളത്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിന് പലപ്പോഴും പറ്റുന്നതാണ്, കുക്ക് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ച 1 ദിവസം മാറ്റി വയ്ക്കും. അന്ന് രാവിലെ നോക്കുമ്പോൾ കാനം ഉണ്ടാവില്ല, എന്ത് ചെയ്യും, ഊബറിൽ ഓർഡർ ചെയ്യും. അപ്പോൾ കുക്കിംഗ് അടുത്ത ആഴ്ചത്തേക്ക് പോസ്റ്റ്പോൺ ഉണ്ടാവും. അത്രേ ഉള്ളൂ. അത് വലിയൊരു കാര്യമാണ്. നമ്മളിപ്പോൾ നമ്മൾ അതിനെ പ്രയോറിറ്റൈസ് ചെയ്ത് അതിന് വേണ്ടുന്ന കാര്യങ്ങൾ നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത്, അതും ഇതിന്റെ ഭാഗമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്യുന്ന ആൾക്കാരെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചു. ഇത് എഫക്റ്റീവായിട്ട് ഇതിനൊരു ഒരു സൊല്യൂഷൻ ഉണ്ടാവണമല്ലോ. അപ്പോൾ അങ്ങനെ, കാരണം അവർക്ക് ഹെൽപ്ഫുൾ ആവുന്നത് നമുക്ക് എന്താണ് അവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നത്? ഇതിനെ ഓവർകം ചെയ്യുക എന്നുള്ളതാണല്ലോ ബിബി ഉദ്ദേശിക്കുന്നത്. ഇതിനെ ഓവർകം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടാസ്കിനെ നമ്മൾ ബ്രേക്ക് ചെയ്ത് എഴുതുക. ഓക്കെ, ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുക്കിംഗ് ആയിക്കോട്ടെ, നാളെയാണ് കുക്ക് ചെയ്യുന്നതെങ്കിൽ ഇന്നത്തെ ടാസ്കിൽ ഷോപ്പിംഗ് ഇൻക്ലൂഡ് ചെയ്തിരിക്കണം. അപ്പം ടാസ്കിനെ നമ്മൾ ബ്രേക്ക് ചെയ്തു. നാളെ അല്ല ഷോപ്പിംഗ്, ഇന്ന് ഷോപ്പ് ചെയ്യണം. അപ്പം ടാസ്ക് ഇന്ന് ഷോപ്പ് ചെയ്താലേ നാളത്തെ മറ്റേ ടാസ്ക് നടക്കത്തുള്ളൂ. അപ്പം ടാസ്കിനെ എന്ത് ചെയ്യുക, എപ്പോഴും ബ്രേക്ക് ചെയ്യുക. പിന്നെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഡെഡ് ലൈൻ ഉണ്ടാവണം. എപ്പം ഞാനിത് ചെയ്യുന്നു. കുക്കിംഗ് രാവിലെയാണോ ചെയ്യുന്നതെങ്കിൽ അറ്റ് വാട്ട് ടൈം, സ്പെസിഫിക് ആവണം. ഗോൾസ് എപ്പോഴും സ്പെസിഫിക് ആവണം എന്നാണ് പറയുന്നത്. ആ സ്പെസിഫിക് അല്ല എങ്കിൽ ഈ കാര്യങ്ങളൊന്നും നടക്കത്തില്ല. അപ്പം അത് നമ്മൾ സ്പെസിഫിക് ആയിട്ടുള്ള സമയത്ത് വേണം ചെയ്യാൻ. പിന്നെ നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ ഗിവ് അപ്പ് ചെയ്യാതെ നമ്മളോട് തന്നെ ഒരു ചില കമ്പാഷനോടെ നമ്മളെ കാണുക. കുറ്റപ്പെടുത്തി ബ്ലെയിം ചെയ്ത് നമ്മൾ പിന്നെയും അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പിന്നെ ഇത് ചെയ്യാൻ തോന്നത്തില്ല. കാരണം നമുക്ക് അവിടെ ഒന്നും കിട്ടുന്നില്ല, നമുക്ക് കിട്ടുന്നത് നെഗറ്റീവ് റിസൾട്ടാണ്. സോ നമ്മൾ നമ്മളെ കുറ്റപ്പെടുത്തുന്നു, ആ ഒരു സൈക്കിളിലേക്ക് പോകും. സോ വി വോണ്ട് ബി ഹാവിങ് ദറ്റ് മോട്ടിവേഷൻ ടു ഡു ഇറ്റ് അഗെയിൻ. കറക്റ്റ്. അപ്പോൾ പിന്നെ നമ്മൾ പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യുക. അപ്പോൾ ലിസ്റ്റ് പോലും നമ്മൾ പിന്നെ നോക്കത്തില്ല. അപ്പോൾ അതൊരു വലിയ. പിന്നെ നമ്മൾ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുക, അക്കൗണ്ടബിലിറ്റി ഏറ്റെടുത്തുകൊണ്ട് ക്ലിയർ ആക്കി കാര്യങ്ങൾ ചെയ്യുക. ദാറ്റ്സ് ഓൺലി തിങ് വി ക്യാൻ ഡു. നിങ്ങൾക്ക് ഇപ്പം നമ്മളുടെ യൂട്യൂബിൽ കാണുന്നവരാണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ വന്ന് DM എന്ന് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എങ്ങനെയാണ് ഈ പ്രൊക്രാസ്റ്റിനേഷൻ ഓവർകം ചെയ്ത് ലൈഫ് പ്ലാൻ ചെയ്ത് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നതെന്നുള്ളൊരു ഡീറ്റെയിൽ കണ്ടൻറ്റ് നിങ്ങൾക്ക് ഇട്ട് തരുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച് ചേട്ടാ. അത് ഭയങ്കര ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു സെഷനായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം എനിക്കാണെങ്കിലും അത് പേഴ്സണലി ആണെങ്കിലും ഹെൽപ്ഫുൾ ആവുന്ന ഒരു കണ്ടൻ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഹൈലി റിലേറ്റബിൾ ആണ്. ഇത് കാണുന്ന പലരും ചില പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടായേക്കാം. പ്രോപ്പർ നമുക്ക് നമ്മുടെ തന്നെ കാര്യങ്ങളൊന്ന് ചെയ്ത് വരുമ്പോൾ മേ ബി നമ്മളോട് ഇപ്പോൾ പറയുന്ന പോലെ ഈ കുറ്റപ്പെടുത്തുന്ന വരെ നമുക്ക് നമ്മളോട് സ്നേഹം കൂടാനും സാധ്യത ഉണ്ടാകും. നമ്മൾ ഓരോന്ന് ചെയ്ത് വരുമ്പോൾ ഓരോ ടിക്ക് വീഴുമ്പോഴും മനസ്സിലൊരു സന്തോഷം തോന്നുന്നുണ്ടാവാം. അങ്ങനെ ഇപ്പോൾ നമ്മൾ ഓരോ വർഷം ന്യൂ ഇയർ റെസൊല്യൂഷൻസ് ഒക്കെ എടുക്കുന്ന ആൾക്കാരാണ് നമ്മൾ. അപ്പോൾ ഈ പ്രോക്രാസ്റ്റിനേഷൻ നമുക്ക് മേ ബി ഒരു ബെറ്റർ ന്യൂ ഇയർ അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ജാനുവരി പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് വരുമ്പോൾ ഓരോ മാസം കഴിയുന്നവരും നമുക്ക് കരിയർ ഗ്രോത്തും നമ്മൾ മെൻ്റൽ പീസും എല്ലാം ഇമ്പ്രൂവ് ചെയ്യാൻ ഈ ഒരു സംഭവം സഹായിക്കുന്നതായിരിക്കും. അപ്പോൾ ആരും പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യാതിരിക്കുക. കാര്യങ്ങളൊക്കെ സമയത്ത് തന്നെ എല്ലാവരുടെയും നടക്കട്ടെ.
എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം അല്ലേ? അപ്പോൾ താങ്ക് യു സോ മച്ച് ഗൈസ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകളൊക്കെയും ഞങ്ങൾ സ്വീകരിക്കുന്നതാണ്. അടുത്തടുത്ത വീഡിയോകളിലേക്ക് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ടോപ്പിക്ക് ഇപ്പോൾ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കണം നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ, ഒരു തെറാപ്യൂട്ടിക് എന്തെങ്കിലും ഒരു സെഷൻസ് നിങ്ങൾക്ക് ആവശ്യപ്പെടുവാണെങ്കിൽ ആ ടോപ്പിക് ഒന്ന് കമൻറ്റ് ചെയ്താൽ ഞങ്ങളതും അടുത്ത വീഡിയോകളിൽ ഉൾപ്പെടുത്തുന്നതാണ്. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.